നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് ദേവുട്ടി തന്നെയാ. അവൾ ആരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കേറി വന്നേ? എല്ലാരും കൂടി എന്നെ പറ്റിക്കല്ലേ? അതിനാരും നോക്കണ്ട. നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നേ? എന്നാലും എന്റെ ഭഗവതി, എന്ത് പരീക്ഷണോ ഇത്? ഇടില്ല ഞാൻ. ശ്രീ ശ്രീ അവള് പോയോ? അവള് പോയല്ലോ. ഇവിടെ എവിടെയോ ഉണ്ട് തമ്പിയേട്ടാ. നീ അങ്ങോട്ടിരുന്നേ. തമ്പിയേട്ടാ, ഞാൻ പറയട്ടെ, അവള് പോയിട്ടുണ്ടാവില്ല. സന്ദീപിനെ കാണാനേ അവള് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. ഞാൻ പോയി നോക്കിട്ട് വരാം. ശ്രീകല, എന്താ ഇത്? അവള് പോയി, നീ റെസ്റ്റ് എടുക്ക്. അമ്മേ, അമ്മേ, അതെ അമ്മേ, അമ്മേ, അവളുടെ കാര്യത്തിലേ ഒരു പ്രത്യേക ശ്രദ്ധ വേണേ. എങ്ങനെയാ സന്ദീപിനെ സ്വന്തമാക്കണമെന്ന് അവള് വിചാരിക്കുന്നേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ലേ? അവളെ ഞാൻ ഈ വീട്ടിൽ കേറ്റത്തൂല. മോളെ, നീ ഒന്ന് അടങ്ങ്. ആ കുട്ടി പോയില്ലേ, പിന്നെന്താ? അല്ല, അവള് പോയിട്ടുണ്ടാവില്ല അമ്മേ. ഞാനല്ലേ പറയുന്നേ. കിടക്ക് മോളെ. അവള് ദേവൂട്ടി തന്നെയാ അമ്മേ. അവള് ദേവൂട്ടിയാ. അവൾ എന്റെ സന്ദീപിനെ കാണാൻ വേണ്ടി വന്നതാ. അവൾ ഇനിയും വരും. മോളെ, നീ ഒന്ന് അടങ്ങ്. ഞാനല്ലേ പറയുന്നേ. ആ കുട്ടി പോയില്ലേ? അമ്മ ഒന്ന് ശ്രദ്ധിക്കണേ. കിടക്ക് മോളെ. അമ്മേ, എനിക്കൊരു പൂരിയും കടലക്കറിയും വേണം. മോൻ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോ. എന്ത് വേണമെങ്കിലും ഈ സാറ് നമുക്ക് വാങ്ങിച്ചു തരും. തള്ളയും മോനും മുടിഞ്ഞ തീറ്റി തന്നെ. കാര്യമെല്ലാം നടക്കോ അതുമില്ല. ആ കോരയോട് ഞാൻ ഇനി എന്ത് പറയും? ചേട്ടാ, മോന് 3 പൂരിയും ഒരു കടലക്കറിയും, എനിക്ക് 2 ദോശയും. സാറെന്താ ആലോചിക്കുന്നേ? ഞാൻ ആ ശിവരൂപത്തിന്റെ കാര്യം ആലോചിച്ചതാ. അപ്പൊ നിങ്ങൾ വിചാരിച്ച അത് അവളുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റില്ലെന്നാണോ? ഓ എന്റെ സാറേ, ഞാൻ വിചാരിക്കാത്തോണ്ടാണോ? രാത്രിയിൽ ഉറക്കം ഒളഞ്ഞ് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഞാനത് എടുക്കാൻ നോക്കിയത്. ഹോ, അതൊന്ന് തൊട്ടത് എനിക്ക് ഓർമ്മയുള്ളൂ. ചുട്ടുപഴുത്ത ഇരുമ്പ് കഷത്തെ തൊടുന്ന പോലെയല്ലേ എന്റെ കൈ പൊള്ളിയത്. എന്റെ നിലവിളി കേട്ട് അങ്ങേരത് അറിയുകയും ചെയ്തു. തിരുമേനിക്ക് മോക്കും സംശയം തോന്നിയില്ലല്ലോ അല്ലേ? വെളുപ്പാങ്കാലത്ത് ഞാനത് എടുക്കാൻ നോക്കിയതിന് അങ്ങേർക്കത് സംശയം തോന്നാതിരിക്കോ? എന്റെ നാവിന്റെ ബലം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഒരുവിധം തടി തപ്പിന്ന് പറഞ്ഞാ മതിയല്ലോ. ദേ, ഇനി അത് ആരും അറിയാതെ എടുക്കാൻ പാടായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിക്കുന്നതൊക്കെ കൊള്ളാം. ഇനി ഒരിക്കൽ കൂടി ശ്രമിച്ച് പരാജയപ്പെട്ടാൽ തിരുമേനിക്ക് നിങ്ങളോടുള്ള സംശയം കൂടും. അതിന്റെ പേരില് നിങ്ങളെ ചിലപ്പോ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടുന്നുമിരിക്കും. അതിനൊന്നും അവസരം ഉണ്ടാക്കരുത്. അമ്മ, പൂരി വന്നില്ല. ചുമേക്കറ. അപ്പൊ സാറിന് ആ ശിവരൂപം വേണ്ടേ? വേണ്ടെന്നല്ല പറഞ്ഞത്. ആവേശം കാണിച്ച് അബദ്ധത്തിൽ ചാടരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ തിരുമേനിയുടെ കൂടെ ഉള്ളതാ ഇപ്പൊ എന്റെ ബലം. ശിവരൂപം അവിടെ നിന്ന് എടുക്കാൻ നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം. ദേ, കാര്യമൊക്കെ ശരിയാ. അത് എങ്ങനെ ഏത് വഴി എടുത്താലും എന്നോട് പറഞ്ഞ കാശ് എനിക്ക് കിട്ടിയിരിക്കണം. സാറേ, സാറിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എനിക്കൊരു 5000 രൂപ വേണമായിരുന്നു. എനിക്കും ചെറുക്കനും കുറച്ച് ഡ്രസ്സ് എടുക്കാനാ. ആ, സാറ് വിഷമിക്കണ്ട. തരാനുള്ള കാശിന്ന് മുൻപറ്റായിട്ട് തന്നാ മതി. അപ്പോ ബാക്കി 95,000. സാർ ധൈര്യമായിട്ടിരിക്കേ. ആ കുന്ത്രാണ്ടം ഇന്നല്ലെങ്കിൽ നാളെ സാറിന്റെ കയ്യിൽ കിട്ടിയിരിക്കും. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷ്യമാമൃതാത്. മോനെ, അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അച്ഛന്റെ മോളുടെ മുമ്പില് നമ്മൾ നല്ല ഭക്തിയോടെ വേണം അഭിനയിക്കാൻ. അവിടെ ചെന്ന് വല്ല തീറ്റിക്കാര്യവും പറഞ്ഞ അലമുണ്ടാക്കരുത്, കേട്ടല്ലോ?
നമ്മൾ എപ്പോഴാമ്മേ ഈ ശിവരൂപം അയാൾക്ക് കൊടുത്ത് കാശ് വാങ്ങുന്നത്? അതൊക്കെ വാങ്ങാടാ. ആദ്യം നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് അച്ഛനും മോൾക്കും ഒരു സംശയം വരാൻ ഇടവരുത്തരുത്. അതിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ത്രയംബകം യജാമഹേ. അമ്മേ മൂകാംബിക ദേവി സർവേശ്വരി, അടിയങ്ങളോട് കരുണ കാണിക്കണേ ഭഗവതി. എന്നാ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നേ? പെട്ടെന്നെന്താ ഇങ്ങനൊരു ഈശ്വര ചിന്ത നിനക്ക് തോന്നാനെന്ന് ആലോചിച്ചതാ. എന്താന്ന് എനിക്കും അറിയില്ല. ഒരു പക്ഷേ നിങ്ങൾ അച്ഛന്റെയും മോളുടെയും പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാവും. എന്റെ മനസ്സിലും ഇപ്പൊ ഏതു നേരവും ദേവീ രൂപമേ ഉള്ളൂ. എന്റെ കാര്യത്തിൽ മാത്രമല്ല, ദേ ഇവനും ആളാകെ മാറി. ഇപ്പൊ ഭക്ഷണ കാര്യത്തിലൊന്നും മുമ്പത്തെ പോലെ താല്പര്യമില്ല. എന്നോട് ദേവിയെ കണ്ട് തൊഴണോന്ന് ഇങ്ങോട്ട് പറയായിരുന്നു. ദേവിക്ക് വേണ്ടി വാങ്ങിയ തീമാല. ശിവപ്രിയെ, നമുക്കിത് അമ്പലത്തിൽ കൊണ്ടുകൊടുക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും നല്ല ചിന്ത തോന്നി തുടങ്ങിയല്ലോ. വാ മോളെ, നമുക്ക് എല്ലാവർക്കും കൂടി ദേവി തൊഴുതു വരാം. വാ. അരുത്, അതുമായി അവർ ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പാടില്ല. അങ്ങനെ കയറിയാൽ ദേവസ്ഥാനം അശുദ്ധമാകും.